കൃഷ്ണ ബലരാമന്മാർ വൃന്ദാവനവാസികളെ സന്ധിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാന്തരശലാക ചുരുമീരിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അനന്തരം അവരെല്ലാവരും മുതിർന്നവരെ അഭിവാദ്യം ചെയ്യുകയും ചെറുപ്പക്കാരായ ബന്ധുക്കളിൽ നിന്ന് അഭിവാദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. യാത്രാ സുഖവും കുശലവും ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവർ കൃഷ്ണകഥകൾ പറയാൻ തുടങ്ങി. 17-ാമത്തെ ശ്ലോകം. പൃഥാ ഭ്രാതൃൻ സ്വസ്യുർവീക്ഷ്യ തത്പുത്രാൻ പിതമാവവി ഭാതൃപത്നീർ മുകുന്ദം ച ജഹൗ സംകഥയാ ശുചഃ. ആരാ വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഥാ ഭ്രാതുൻ സ്വസൃവീക്ഷ്യ തത്പുത്രാൻ പിതരൗ അവി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഗൗ സംകഥയാ ശുചഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. കുന്തിദേവി തന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവരുടെ സന്താനങ്ങളെയും തന്റെ മാതാപിതാക്കളെയും സഹോദര പത്നിമാരെയും ഭഗവാൻ മുകുന്ദനെയും സന്ധിച്ചു. അവരോടൊപ്പം സംസാരിക്കുമ്പോൾ അവർ സ്വന്തം ദുഃഖം മറന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുന്തിദേവി തൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവരുടെ സന്താനങ്ങളെയും തൻ്റെ മാതാപിതാക്കളെയും സഹോദരപത്നിമാരെയും ഭഗവാൻ മുകുന്ദനെയും സന്ധിച്ചു. അവരോടൊപ്പം സംസാരിക്കുമ്പോൾ അവർ സ്വന്തം ദുഃഖം മറന്നു. ആരെ സന്ധിച്ചതുകൊണ്ടാ? സംസാര സാഗരയും മറ്റും ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹൃഹീതാംഗം മാം ഉദ്ധാർ ഭവാർണവാത്. ഭഗവാന്റെ അടുത്ത് എത്തുമ്പം ബാക്കിയെല്ലാം നമ്മൾ മറക്കും. എല്ലാം മറക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെതായ അവസ്ഥയിലെത്തും. ഇരുട്ട് എന്നൊരു പ്രതിഭാസം ഇല്ല. പകലിന് ഭംഗം വരുമ്പോഴാണ് ഇരുട്ടുണ്ടാകുന്നത്. ആണോ? പുതിയൊരു ക്രിയേഷൻ ഇരുട്ടിനില്ല. അതുപോലെ ദുഃഖാലയം അശാശ്വതം. ഈ ഭൂമി എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെതാണ്. അതിൽ ഒരു കാരണവശാലും എനിക്ക് പരിപൂർണമായ ആനന്ദം വേണമെന്ന് പറയുന്നത് നടക്കില്ല. നടക്കുമോ? കടലിനകത്ത് ചെന്നിട്ട് എനിക്ക് ഉപ്പുവെള്ളം വേണ്ട, എനിക്ക് ശുദ്ധജലം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കും. ആ അവസ്ഥയാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആ കടലിന് നടുവിൽപ്പെടുകയും ദാഹജലത്തിനായിട്ട് വിഷമിക്കുകയും ചെയ്യുന്ന ആള് മേലോട്ട് നോക്കുമ്പോൾ ഇത്തിരി മഴവെള്ളം കിട്ടിയാലോ എന്തൊരാശ്വാസമായിരിക്കും. അതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ദുഃഖസാഗരത്തിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ദിസ് മെറ്റീരിയലി ഫുൾ ഓഫ് മിസറീസ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യവുമാണ്. പക്ഷേ ഭഗവാനെ വിളിക്കുമ്പം എന്താ? ആ ദുഃഖം നമ്മൾ മറക്കും. ഇത്രയുള്ള വ്യത്യാസം. ഭാവാർത്ഥമാർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വൈകി ശ്രീ പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. അവ്യക്തിഗതവാദികളുടെ ശാന്തിക്ക് വിപരീതമാണ് ശുദ്ധഭക്തന്റെ നിരന്തരമായ ഉത്കണ്ഠയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അത് ഭഗവത് പ്രേമത്തിന്റെ അത്യുത്കൃഷ്ട ഭാവത്തിന്റെ സാക്ഷാത്കാരമാകാം. കൃഷ്ണന്റെ പിതൃ സഹോദരിയും പാണ്ഡവ മാതാവുമായ കുന്തി ദേവി അതിന് മാതൃകയാണ്. കൃഷ്ണ.
അവ്യക്തിഗതവാദികളുടെ ശാന്തിക്ക് ഒന്നുകൂടെ വായിക്കാമോ ഭാവാർത്ഥം? ഹരേ കൃഷ്ണ. അവ്യക്തിഗതവാദികളുടെ ശാന്തിക്ക് വിപരീതമാണ് ശുദ്ധഭക്തന്റെ നിരന്തരമായ ഉത്കണ്ഠയെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും അത് ഭഗവത് പ്രേമത്തിന്റെ അത്യുത്കൃഷ്ട ഭാവത്തിന്റെ സാക്ഷാത്കാരമാകാം. കൃഷ്ണന്റെ പിതൃസഹോദരിയും പാണ്ഡവ മാതാവുമായ കുന്തി ദേവി അതിന് മാതൃകയാണ്. ഹരേ കൃഷ്ണ. എന്താണ് അവ്യക്തിഗതവാദികളുടെ ശാന്തിക്ക് വിപരീതമാണെന്ന് പറയുന്നത്? ഭക്തന്മാരല്ലാത്തവരുടെ എന്നാണ് പ്രഭു ശാന്തിക്ക് വിപരീതം. അല്ല, അവ്യക്തഗതവാദികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവ്യക്തഗതവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇംപേഴ്സണലിസ്റ്റ്. ഭഗവാനില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ല, പ്രഭു. ഭഗവാന് രൂപമില്ലെന്ന് വിചാരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്ലോകത്തിൻ്റെ നമ്പർ ഓർമ്മ വരുന്നില്ല, പറയുന്നുണ്ട്, അർജുന, അത്തരം അവരും എൻ്റെ അടുത്താണ് എത്തുന്നതെങ്കിലും അവരുടെ പാത വളരെ ദുർഘടമാണ്. ശ്ലോകം ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് പറയാമോ പ്രഭു? എന്തോ? ആ ശ്ലോകത്തിന്റെ തുടക്കം ഒന്ന് പറയാമോ പ്രഭു? ഓർമ്മ വരും. അതില്ലേ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലെന്ന്. അവ്യക്താനി, അതാണ് ഓക്കെ, ഓർമ്മിച്ചേ. അടുത്ത ശ്ലോകം വായിച്ചട്ടെ. വായിക്കട്ടെ പ്രഭു. ഓ ഓ കുന്ത്യോവാച ആര്യഭ്രാതരഹം മന്യേ ആത്മാനമകൃതാശിഷം യത്വാ ആബൽസുമധ്വാ താം നാനുസ്മരത സത്തമാ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. കുന്തി ദേവി പറഞ്ഞു, ആദരണീയനായ പ്രിയ സഹോദര, ഏറ്റവും സജ്ജനങ്ങളായിട്ട് പോലും നിങ്ങൾ എന്റെ ആപത്ത് കാലത്ത് എന്നെ ഓർക്കാത്തതിനാൽ എന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഭംഗം സംഭവിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥ ഒരു വരിയുള്ളൂ പ്രഭു, അതൊന്ന് വായിച്ചോട്ടെ. ശ്രീല പ്രഭുപാദർ കി ജയ്. ഇവിടെ കുന്തി ദേവി സഹോദരനായ വാസുദേവനോടാണ് സംസാരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുന്തി ദേവി ആരോടാ പറയുന്നത്? കുന്തി ഉവാച. കുന്തി ആരോടാ പറഞ്ഞത്? ഇപ്പം എൻ്റെ പ്രിയ സഹോദര ആരോടാ? വസുദേവനോട്. പ്രിയ സഹോദര, ഏറ്റവും സജ്ജനങ്ങളായിട്ട് പോലും നിങ്ങൾ എൻ്റെ ആപത്ത് കാലത്ത് എന്നെ ഓർക്കാത്തതിനാൽ എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഭംഗം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ കുന്തി ദേവി സഹോദരനായ വസുദേവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം വായിച്ചിട്ട് ഇത് വായിച്ചട്ടെ. 12-ാമത്തെ അധ്യായം 3-4 ശ്ലോകം ഒന്ന് വായിച്ചട്ടെ. ഭഗവത്ഗീത 12.3 and 4. ഹരേ കൃഷ്ണ പ്രഭുജി. ഏതോമക്ഷര നിർദ്ദേശം അവ്യക്തം പരിഭാസതേ സർവത്ര അവചിന്യം സർവത്ര ഗമചിന്യം ച കുടസ്ഥമജലം ധ്രുവം സംയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ ദേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ട്രാൻസ്ലേഷൻ. എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതും ആയതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായി ഹരേ കൃഷ്ണ. എന്റെയാണോ നെറ്റ് ഇഷ്യൂ അതോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ കേട്ടില്ല. എന്റെയാണോ ഇഷ്യൂ അതോ? മാതാജിയുടെ എന്നുള്ള ട്രാൻസാക്ഷൻ വായിച്ചോട്ടെ.
എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവ്വജീവികളുടെയും നന്മയിൽ തത്പരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതും ആയതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അവ്യക്തകതവാദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപത്തെ ആശ്രയിക്കാതെ ഏതോ ഒരു ശക്തി എന്ന് ചിന്തിക്കുന്നു, ഭഗവാന് രൂപമില്ല എന്ന് ചിന്തിക്കുന്നു, അവരുടെ പാതയും ദുർഘടമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത, 3 ഘട്ടങ്ങളാണ് കാര്യങ്ങൾ പറയുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത. ഭഗവാൻ എന്ന ആദ്യം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി. 2 പരമാത്മേതി, എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഉയർന്നു കഴിഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ ബ്രഹ്മാസ്മി എന്നുള്ളത് മാറി. അത് മാത്രം നിൽക്കുമ്പോഴാണ് അപകടകരമായ തലയത്തിലേക്ക് പോകുന്നത്. ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞുകളെ, ഞാനും ഈശ്വരനാണെന്ന് പറയും, ഈശ്വരനും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ ആ ഈശ്വരൻ ഭഗവാൻ എന്ന് പറയുന്നത് പരമാത്മാവിലാണ്. പരമാത്മാവിൽ എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അത് നായയാകട്ടെ, ഉറുമ്പാകട്ടെ, ആനയാകട്ടെ, മനുഷ്യനാകട്ടെ. കുറച്ചും കൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഭഗവാൻ ഇത് ശബ്ദത. ആ ആ അപ്പോൾ ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇനി രസമാണ്, നല്ല രസമാണ് ഇങ്ങനെ വായിച്ചു പോകുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ ലാസ്റ്റിലെ ശ്ലോകം ഏതാ ശ്ലോകം? എത്ര യോഗേശ്വരോ കൃഷ്ണോ എത്ര പാർത്തു ധനുർധര. ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ ഹരേ കൃഷ്ണ. കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. ഹരേ കൃഷ്ണ. അപ്പം പിന്നെ ഭഗവാന്റെ മഹാഭാരതത്തിൻ്റെ പടം വീട്ടിൽ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ചിലർ പറയാറുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ശ്ലോകം എടുത്ത് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? യോഗേശ്വരൻ. യോഗേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ യോഗീശ്വരൻ ആരാ? യോഗേശ്വരൻ ആ പറഞ്ഞാട്ടെ. എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്ക്. യോഗീശ്വരൻ ആരാ? യോഗീശ്വരൻ ആരാ? ശിവനല്ലേ പ്രഭു? എന്തുകൊണ്ടാ അങ്ങനെ യോഗേശ്വരനും യോഗീശ്വരനും തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നത്? എന്തോ? ശിവന്. അത് തന്നെ, യോഗീശ്വരൻ. യോഗേശ്വരനും യോഗീശ്വരനും തമ്മിലുള്ള വ്യത്യാസം? ഹരേകൃഷ്ണ, മഹാദേവൻ എപ്പോഴും ധ്യാനത്തിലാണ്. അതുകൊണ്ടാണോ? എല്ലാ യോഗ സമ്പ്രദായങ്ങളുടെയും ഉപജ്ഞാതാവ്, മാസ്റ്ററാണ് സാക്ഷാൽ കൃഷ്ണൻ. ശേഷം ആ യോഗ യോഗത്തിൻ്റെ ഗുരുവാണ് സാക്ഷാൽ മഹാദേവൻ. ഇതാണ് യോഗേശ്വരനും യോഗീശ്വരനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി പ്രഭു. അത് എല്ലാം ഒന്ന്, ഭഗവാന്റെ യോഗങ്ങളെല്ലാം യോഗേശ്വരൻ, എല്ലാ യോഗ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്, മാസ്റ്റർ, രചിക്കുന്ന ആള് അല്ലെ? യോഗങ്ങൾ രചിക്കുന്ന ആളെന്ന് ഞാൻ പറഞ്ഞു മാതാജി? ഇല്ല. ഉപജ്ഞാതാവെന്ന് പറഞ്ഞു പ്രഭു, അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഉപജ്ഞാതാവ് വിശദീകരിക്കാം, അങ്ങോട്ട് വരാം. എല്ലാ യോഗ സമ്പ്രദായവും മിസ്റ്റിക് പവേഴ്സ് എഴുതി വച്ചാട്ട യോഗ സമ്പ്രദായം 8 നേരത്തെ നമ്മൾ പഠിച്ചു. 6 ഐശ്വര്യങ്ങളോട് കൂടി ചേർന്ന ആളിനെ ഭഗവാൻ എന്ന് പറയും. ഇനി രണ്ടാമത് വീണ്ടും നമ്മൾ പറയുകയാണ്,
8 തരത്തിലുള്ള യോഗ. ആ ഈ മിസ്റ്റിക് പവേഴ്സിൻ്റെ 8 ഘടകങ്ങളുണ്ട്. ആ 8 ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് വരുന്നയാളും ഭഗവാനാണ്. ആ അനിമ, ലഹിമ, പ്രാപ്തി, പ്രാകാമ്യം, മഹിമ, യഥാ ഇഷിത്വം ച വസിത്വം ച യഥാ കാമാവസായത. 8 തരം സിദ്ധികൾ. 8 തരം സിദ്ധികൾ. അവരെ ഈ 8 തരവും സിദ്ധികളും ചേർന്ന് നിൽക്കുന്നവർ ഭഗവാനാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ള സിദ്ധന്മാരെന്ന് വിളിക്കും, സിദ്ധൻ. പക്ഷേ ഈ 8ഉം കൂടി ചേരുമ്പോൾ യോഗത്തിൻ്റെ പരിപൂർണതയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള ആളിനെ യോഗേശ്വരൻ എന്ന് പറയാം. ആ അപ്പോൾ അതാരാ? ഭഗവാൻ. ആ ആ അപ്പോൾ 8 അനിമ, മഹിമ, ലഹിമ, ഗരിമ, പ്രാപ്തി, പ്രാകാമ്യ, ഈശിത്വ, വസിത്വ. 8. അനിമ ഫസ്റ്റ്. അനിമ എന്ന് പറയുന്നത് അണുവിനേക്കാൾ അണുവായിട്ട് മാറാൻ കഴിയുന്ന ശക്തി. ആരാത്? ആരാത്? ഭഗവാൻ. ആ ഉദാഹരണം എല്ലാ ജീവജാലങ്ങളിലും അണുക്കളിലും എല്ലാം ഭഗവാൻ പരമാത്മാവായി വസിക്കുന്നു. പരമാത്മാവായി സ്ഥിതി ചെയ്തു. ഹരേ കൃഷ്ണ. ഏതാ ശ്ലോകം? ഏതാ ശ്ലോകം? ഇതിന് ഫൈൻ അടിക്കും. അധികത്താപ്പോ എല്ലാവർക്കും ഫൈൻ. അണോ അണി സർവസ്യ ചാഹം. സർവസ്യ ചാഹം. സർവസ്യ ചാഹം സന്നിവിഷ്ടോ ചെയ്യും. 15 15. ആ 15 അപ്പോൾ അവിടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരമാത്മാവിൻ്റെ വലിപ്പം എത്രയാ? തലമുടി നാരിന്റെ പരമാത്മാവിന്റെ വലിപ്പം പ്രഭു. പരമാത്മാവിന്റെ വലിപ്പം എത്രയാ? പരമാത്മാവിന്റെ വലിപ്പം ആ ഏതു ദ്വീപിലാണോ ഇരിക്കുന്നത് അതനുസരിച്ച് വ്യത്യാസം വരും. എവിടേക്കോ പോകുന്നു. ഒരു മുടിയുടെ അറ്റത്തിന്റെ 10,000-ൽ ഒരംശം. ആത്മാവിന്റെ അല്ലേ പ്രഭു? അത് ജീവാത്മാവിന്റെ അല്ലയോ? പരമാത്മാവിനെ ഏതളവിലും സ്വീകരിക്കാൻ ഭഗവാൻ പറ്റും. എവിടേക്കോ പോകുന്നു. ഒരു തള്ളവിരലിന്റെ എവിടേക്ക്? അതൊക്കെ രണ്ടാമത്തെ രീതിയിൽ. ഭാഗവത്തിൽ രണ്ടാമത്തെ കാര്യം. ആദ്യം പറയുന്നത് എങ്ങനെയാണ് ഒരു ആത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത്? നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. ഡയറക്റ്റ് നമുക്കൊരു ഫിസിക്കലി പെട്ടെന്ന് ഒരു ആൻസർ പറയാൻ സാധിക്കുന്നില്ല. സിംഗിൾ ആൻസർ. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന പ്രശ്നം. ഭഗവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണൻ എടുത്ത് പറയാൻ സാധിക്കത്തില്ല ഒന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ. ആത്മാവിന്റെ വലിപ്പം എത്ര ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാതാജി ഇവിടെ സംസാരിച്ചു. തലമുടി നാരിൻ്റെ ഒരു ടിപ്പിനെ, തലമുടിമാരിൻ്റെ അറ്റത്തെ
10,000 പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതില് ഒരു അംശത്തിന്റെ സൈസാണ് പരമാത്മാവിന്റെ വലിപ്പം എന്ന് പറയും. ഫർദർ സ്റ്റഡിയാണ് തള്ളവരന്റെ വലിപ്പമൊക്കെ ഫർദർ സ്റ്റഡിയിലോട്ട് പോകുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ ടച്ച് ചെയ്യണ്ട. അതൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡിയിൽ പറയുന്നതും മറ്റുള്ളവർക്ക് വിശദമാക്കേണ്ട കാര്യങ്ങൾ. ഡയറക്റ്റ് ആൻസർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അണുവിനേക്കാൾ അണുവോളം ചെറുതാവാൻ. ഞാൻ ആ ശ്ലോകം നോക്കാം. ശ്ലോകം വരുന്നത് അണൂറണിയാൻ മഹതോ മഹീയാൻ. അത് ഏത് അധ്യായത്തിലാണ് അല്ലെങ്കിൽ വരുന്നത് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അണൂറണിയാൻ മഹതോ മഹീയാൻ ശ്ലോകം വരുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലാണോ? 2-ലെ രണ്ടാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അർജുനൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല ആർക്കും, ഈ ശരീരത്തിനെ മാത്രമേ നശിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അർജുനനോട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ട്. ഓക്കെ, എനിവേ, ഇപ്പോൾ ആത്മാവിൻ്റെ വലിപ്പം മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം അനിമ. 2 മഹിമ. ഏറ്റവും വലുതാവാൻ കഴിയും. ഏതാ ഉദാഹരണം? എത്രത്തോളം വലുതാവാൻ സാധിക്കുമോ അത്രത്തോളം വലുതാവാൻ സാധിക്കും. വിശ്വരൂപമാണ് പ്രഭു. വിശ്വരൂപം. ഒന്ന് വാമന രൂപം, പക്ഷേ അതിലും വലുതാകുന്നത് വിരാട പുരുഷ രൂപം. ആ വിരാട പുരുഷ രൂപത്തിൽ അർജുനന്റെ മുന്നിൽ 84 ലക്ഷം ജീവജാലങ്ങളെയും 33 കോടി ദേവതമാരെയും സർവപ്രപഞ്ചങ്ങളെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. വിരാട പുരുഷ രൂപം. മൂന്നാമത്തേത് ലഘിമ. എത്രത്തോളം ഭാരം കുറയാമോ അത്രത്തോളം ഭാരം കുറയും. ബിക്കമിങ് എക്സ്ട്രീംലി ലൈറ്റ്. ഏതാ ശ്ലോകം അല്ലെങ്കിൽ ഏതാ രംഗം? ഏതാ രംഗം? ഗജേന്ദ്രമോക്ഷത്തില് ഭഗവാൻ. എന്തോ? പറഞ്ഞോട്ടോ. ഗജേന്ദ്രമോക്ഷത്തില് ഭഗവാൻ ഗരുഡൻ. എന്തോ? ഗരുഡൻ അതാണോ? കേട്ടില്ല. ഗജേന്ദ്രമോക്ഷത്തില് ഭഗവാൻ ഭഗവാൻ വരുന്ന ആ ഭാഗമാണോ? അവിടെ എങ്ങനെ ഭഗവാന്റെ ഭാഗം എത്രത്തോളം ഭാരം കുറയാമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ സംഭവം ലഘ്യമ. എത്രത്തോളം ഭാരം കുറയാമോ അത്രത്തോളം ഭാരം ഭഗവാൻ കുറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. തൃണാവർത്ത അസുരൻ എന്താ ചെയ്തത്? ഭഗവാനെ എടുത്തോണ്ട് കാറ്റായിട്ട് വന്നു ഉയർത്തിക്കൊണ്ടു. ഒരു കാറ്റിന് പറത്താൻ എങ്ങനെ പറ്റുന്നത്? എങ്ങനെ പറ്റും? വളരെ ലൈറ്റായിട്ടുള്ള ഒരു തൂവലിനെ എത്രത്തോളം മേലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കത്തില്ലേ? സാധിക്കത്തില്ലേ? സമയമില്ല. സാധിക്കത്തില്ലേ? ഭഗവാൻ തൃണാവർത്താസുരൻ വന്നപ്പോൾ ഭഗവാന് മനസ്സിലായി ഇത് എന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന്. ശരി, എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കാം. അടുത്ത ലീല ഭഗവാൻ ഏറ്റവും ഭാരം കുറഞ്ഞതായിട്ട് മാറി. തൃണാവർത്തന് വളരെ സന്തോഷമായി. അങ്ങ് ഏറ്റവും മേലോട്ട് കൊണ്ടുപോയപ്പോഴത്തേന് ഭാരം കൂട്ടിക്കളഞ്ഞു. അതാണ് അടുത്ത് വരുന്ന ഗരിമ. ബിക്കമിങ് എക്സ്ട്രീംലി ഹെവി. അപ്പോൾ എത്രത്തോളം ഭാരം കുറയാൻ സാധിക്കുമോ എത്രത്തോളം ഭാരം കൂട്ടാൻ സാധിക്കുമോ ഇത്തരം സിദ്ധികൾ, എത്രത്തോളം ചെറുതാകാൻ സാധിക്കുമോ എത്രത്തോളം വലുതാകാൻ സാധിക്കുമോ, അനിമ, മഹിമ, ലഘിമ, ഗരിമ.
ഇനി പ്രാപ്തി. എപ്പോൾ, എവിടെ, എങ്ങനെ, ഏത് രീതിയിലും ചെന്ന് എത്താൻ സാധിക്കുമോ? ദ്രൗപദിയമ്മയുടെ മുന്നിൽ സാരിയായിട്ട് എത്തിയില്ലേ? എത്തിയോ ഇല്ലേ? എത്തി. 16,108 ഗോപികമാരുടെയും മുന്നിൽ 16,108 ഭാവത്തിൽ ഒരേ സമയം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും എവിടെയും ഏത് രീതിയിലും സാന്നിധ്യമുണ്ട് ഭഗവാൻ. അതേസമയം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത്രയും ലീലകൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവിൽ നിൽക്കുന്നുവല്ലേ? നിൽക്കുന്നു. ഭഗവാൻ ഏത് ലീലകളോ ചെയ്തോട്ടെ, അതേസമയം നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായി സ്തുതി ചെയ്യുന്നുണ്ട്. ഇനിയാണ് മാതാജി പറഞ്ഞത്, ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ തള്ളവിരലിനോളം വലിപ്പത്തിൽ നിൽക്കും. ചതുർബാഹുവായിട്ട്. അതാണ് ഫർദർ സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന അവനെ പ്രാപ്തി എന്ന് പറയും. ആ ഒരു ഭാവമാണ് പ്രാപ്തി. ആറാമത്തെ പ്രാകാമ്യ, ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ധ്രുവകുമാരന് ഒരു ഗ്രഹം തന്നെ സമ്മാനിച്ചില്ലേ? സമ്മാനിച്ചോ? സമ്മാനിച്ചു. ശ്രേഷ്ഠ ബ്രാഹ്മണനായ സുധാമയ്ക്ക് അനുഗ്രഹിച്ച് ആ ഗ്രാമം തന്നെ റീഇന്നവേറ്റ് ചെയ്തോ ഇല്ലേ? ആ ഒരു അത്തരം കഴിവുള്ള ആളെ, ആ സിദ്ധിയാണ് പ്രാകാമ്യ എന്ന് പറയുന്നത്. പിന്നെ ഏഴാമത്തെ ഈശിത്വ, എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറഞ്ഞത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സർവചരാചരങ്ങളെല്ലാം പോകുന്നത്. നമ്പർ 8 വസീത്വ. ഈശിത്വയിൽ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് വസീത്വ. എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയും. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുന്നവരാണ്. അങ്ങനെ ഈ 8 സിദ്ധികൾ കൂടിച്ചേർന്ന ആളിനെയാണ് യോഗേശ്വരൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ഹരേ കൃഷ്ണ. ഇത്രയുള്ള കാര്യം. വാഞ്ചാകൽപതരുഭ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ക്ഷമിക്കണം താമസിച്ചതിൽ. അപ്പം ഭഗവാന്റെ 8 സിദ്ധികൾ ഇവിടെ പറഞ്ഞു. അത് ഞാൻ പറയാൻ ഏത് ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് 17ാമത്തെ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ 18ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴത്തേന് അത് ഒന്നുകൂടെ വിശദമായിട്ട് 19ാമത്തെ ശ്ലോകത്തിൽ വരും. മിത്രങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും സഹോദരങ്ങളും രക്ഷിതാക്കൾ പോലും വിധി തുണയ്ക്കാത്ത തങ്ങളുടെ പ്രിയജനത്തെ മറന്നുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർമ്മദോഷങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതാണെങ്കിൽ നമ്മളെക്കുറിച്ച് ആരും ഓർമ്മിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. എന്നാലും നീ ഞങ്ങളെയൊന്നും ഓർമ്മിച്ചില്ലല്ലോ. ഭൗതികമായിട്ട് കുറ്റപ്പെടുത്താം, പക്ഷേ അവരെ മറപ്പിക്കുന്നതാണ്. ഇപ്പം അങ്ങനെ ഓർക്കണ്ട. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കാതെ വരും. മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. എന്റെ മനസ്സിൽ ആ ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് ക്ലിയർ ആയി പ്രഭു. ഹരേ കൃഷ്ണ. അത്രയുള്ള കാര്യം.